അമ്മയോട് നീ ഇത് ചെയ്തല്ലോ മോളെ. അമ്മേ, അമ്മയുടെ വിഷമം എനിക്കറിയാം. പക്ഷേ അമ്മ ഒരു കാര്യം ഓർക്കണം. കുറ്റം ചെയ്യാത്ത ആരെയും ഒരു കോടതിയും ശിക്ഷിക്കില്ല. തൂക്കുകയറ് വരെ കിട്ടാവുന്ന ശിക്ഷ തന്നെയാ അമ്മയുടെ മകൻ ചെയ്തിരിക്കുന്നത്. ആ വീടിന്റെ ഇരുട്ടറയിൽ ഇത്രയും നാൾ എമിലിയെ തടങ്കലിലിട്ട് കൊല്ലാക്കൊല ചെയ്തതിന് അയാൾക്ക് മാപ്പ് കൊടുക്കാൻ ആർക്ക് കഴിയും? എമിലിയുടെ സ്ഥാനത്ത് അമ്മ പ്രസവിച്ച മകളായിരുന്നെങ്കിലോ? കലന്തൻ ഹാജിയുടെ മകൾ നബീസുവിന്റെ മരണത്തിന് ആരാണ് ഉത്തരവാദി? അത് മാത്രമല്ല അമ്മ, ജയേട്ടന്റെ അമ്മയുടെയും നൗഫലിന്റെയും മരണവുമായിട്ട് അമ്മയുടെ മകന് ബന്ധമുണ്ട്. ഞാനിതൊന്നും വെറുതെ പറയുന്നതല്ല. വ്യക്തമായ തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ സത്യങ്ങളായതല്ല. എനിക്കതൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. എനിക്കിപ്പോ ആരും ഇല്ലാതായി. അമ്മേ, ഞാൻ അമ്മയുടെ മരുമകളായി വന്നില്ലായിരുന്നെങ്കിലും ഇതൊക്കെ എന്തെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടേനെ. അന്നും ഇതേ അവസ്ഥ അമ്മയ്ക്ക് ഉണ്ടാവുമായിരുന്നു. കാരണം ഈ കുറ്റകൃത്യങ്ങളൊക്കെ തെളിയിക്കപ്പെടേണ്ടത് ദൈവനിയോഗമായിരുന്നു. അമ്മേ, എനിക്ക് അമ്മയുടെ സഹതാപമുണ്ട്. അമ്മ അനുഭവിക്കുന്ന വേദനയിൽ എനിക്ക് ദുഃഖവും ഉണ്ട്. പക്ഷേ സത്യം ഒരിക്കലും എല്ലാ കാലവും മറച്ചു വെക്കാൻ പറ്റുന്നതല്ല. നിനക്ക് അവനെ രക്ഷിക്കാൻ കഴിയില്ല. ഈ അമ്മ അവസാനമായി ചോദിക്കുക, എന്റെ മോനെ രക്ഷിക്കാൻ നീ വിചാരിച്ച കഴിയില്ലേ? അവനൊരു പാവമായിരുന്നു. അമ്മയുടെ ഈ കരച്ചിലിന്റെ പിന്നിലെ കഥയും സത്യമൊക്കെ എനിക്കറിയാം. പക്ഷെ അമ്മയുടെ മകനെതിരെ ഞാൻ വാദിക്കും. അയാൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ഞാൻ കോടതിയിൽ ആവർത്തിച്ചു പറയും. അമ്മയ്ക്ക് മകനെ തിരിച്ചു കിട്ടാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അത് സംഭവിക്കും. ഇല്ലെങ്കിൽ അത് വിധിയാണെന്ന് കരുതി അമ്മ സമാധാനിക്കണം. എനിക്കെപ്പോഴും അമ്മയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ മനോരോഗിയായ ഒരു കുറ്റവാളിയാണ് അമ്മയുടെ മകൻ. അയാൾ ഈ സമൂഹത്തോട് ചെയ്തത് വലിയ കുറ്റകൃത്യം തന്നെയാണ്. അമ്മ എന്നോട് ക്ഷമിക്കണം. എനിക്ക് മുന്നിൽ വേറെ വഴിയില്ല. കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയൂ. യുവർ ഓണർ, പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഡോക്ടർ സിദ്ധാർത്ഥൻ എമിലിയെ തടവിൽ പാർപ്പിക്കുന്നതിനിടയിൽ ഒരിക്കൽ അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഈ ഉമ്മയാണ് അന്നത് കണ്ടത്. പറയൂ ഉമ്മ, അന്ന് എന്താണ് ഉമ്മ കണ്ടത്? അത് ഒരു വൈകുന്നേരം പുഴക്കരയിലുള്ള റോഡിലൂടെ നടന്നു വരികയായിരുന്നു ഞാൻ. പിന്നീടൊരിക്കൽ ഇയാൾ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു, ശരിയല്ലേ? അതെ. എന്തിനായിരുന്നു അത്? നൗഫലിനെ അന്വേഷിച്ചായിരുന്നു ഇയാൾ അന്ന് വീട്ടിൽ വന്നത്. ഡോക്ടർ സിദ്ധാർത്ഥൻ അന്ന് ഉമ്മയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയതല്ലേ? അതെ. ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. യുവർ ഓണർ, അന്ന് നൗഫലിനെ അന്വേഷിച്ചെത്തിയ ഡോക്ടർ സിദ്ധാർത്ഥൻ ഭീഷണിപ്പെടുത്തിയതിന്റെ കാരണമായി ഈ ഉമ്മയോട് പറഞ്ഞത് കലന്തൻ ഹാജിയുടെ മകൾ നബീസു ആശുപത്രിയിൽ മരണപ്പെട്ട കേസിൽ നൗഫൽ ഇയാളെ കേസിൽപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ്. ശരിയല്ലേ ഉമ്മ? അതെ. എന്താ സിദ്ധാർത്ഥൻ, ഇതും നിഷേധിക്കുന്നുണ്ടോ? ഈ മൗനത്തെക്കാളും ഒരു കുറ്റസമ്മതം വേറെ ഇല്ല യുവർ ഓണർ. അതുപോട്ടെ, നീര എന്നൊരു പെൺകുട്ടിയെ ഡോക്ടർ ഓർക്കുന്നുണ്ടോ? ഇല്ല. ഓർക്കുന്നുണ്ടാവില്ല. ആവശ്യം കഴിഞ്ഞാൽ മറക്കുന്നത് ചിലരുടെയൊക്കെ ശീലമാണ്. യുവർ ഓണർ, ഇതാണ് മീര. ഇതിൽ ഇവൾക്കൊപ്പം നിൽക്കുന്നത് ഡോക്ടർ സിദ്ധാർത്ഥനാണ്. ശങ്കരാലയത്തിൽ പ്രഭാവതി അമ്മയുടെ മരണശേഷം ഇവൾ അവിടെ എത്തിയിരുന്നു.
ജയകൃഷ്ണനുമായി ഒരു പരിചയം സൃഷ്ടിച്ച് അതിലൂടെ ഒരു അടുപ്പമുണ്ടാക്കി അവൾ 2 ദിവസം ശങ്കരാലയത്തിൽ താമസിക്കുകയും ചെയ്തു. നിങ്ങളല്ലേ അവളെ ശങ്കരാലയത്തിലേക്ക് പറഞ്ഞയച്ചത്? അല്ല, ഞാൻ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല. കള്ളം പറഞ്ഞ് ഇനിയും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഡോക്ടർ. പ്രഭാവതി അമ്മയുടെ കയ്യിൽ നിങ്ങൾക്കെതിരെയുള്ള ചില തെളിവുകൾ നശിപ്പിക്കാനാണ് അന്ന് അവൾ അവിടെ ചെന്നത്. അവളെ നിങ്ങൾ ഏൽപ്പിച്ച ജോലി അവൾ ഭംഗിയായി ചെയ്തു അല്ലേ ഡോക്ടർ സിദ്ധാർത്ഥൻ? പറയൂ, ഞാൻ പറഞ്ഞതല്ലേ സത്യം? അല്ല, എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. യുവർ ഓണർ, മറ്റൊരു തട്ടിപ്പ് കേസിൽ പ്രതിയായി ഈ പറയുന്ന മീര ഇപ്പോൾ ജയിലിലാണ്. CI ജസ്റ്റിനും SI സുഗുണപാലനും ജയിലിലെത്തി അവരെ ചോദ്യം ചെയ്യുകയും ഇക്കാര്യം അവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. മീരയുടെ സാക്ഷിമൊഴി ഞാൻ സമർപ്പിക്കുന്നു. സിദ്ധാർത്ഥൻ, ഈ ഭൂമിയിൽ സത്യമായതായി ഒന്നേ ഉള്ളൂ. അതെന്താണെന്നറിയാമോ? അമ്മ എന്ന സത്യമാണത്. നിങ്ങളെ പ്രസവിച്ചതും ഒരമ്മ തന്നെയാണ്. എന്നിട്ടും മറ്റൊരമ്മയെ നിങ്ങൾ ഇല്ലാതാക്കി, ശരിയല്ലേ? ഇനി ഒന്നേ ബാക്കിയുള്ളൂ, നിങ്ങളുടെ കുറ്റസമ്മതം. പറയൂ, പ്രഭാവതി അമ്മയെ നിങ്ങൾ എങ്ങനെയാണ് ഇല്ലാതാക്കിയത്? അല്ല, ഞാനല്ല. എനിക്കറിയില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇത് കള്ളക്കേസാണ്. ഇത് കള്ളക്കേസാണ്. ഡോക്ടർ സിദ്ധാർത്ഥൻ, ആത്മാവിന്റെ പടിവാതിൽക്കൽ സത്യം വന്ന് മുട്ടുമ്പോ ആരും ഇതുപോലെ ഭയന്നു പോവും, വെപ്രാളപ്പെട്ടു പോവും. പക്ഷേ സത്യം നിങ്ങൾ ഇവിടെ പറഞ്ഞേ പറ്റൂ. യുവർ ഓണർ, സ്വന്തം അമ്മയെ ഇല്ലാതാക്കാൻ തീരുമാനിച്ച് വിജയകൃഷ്ണൻ ശങ്കരാലയത്തിലെത്തിയ അതേ രാത്രി അതേ ദൗത്യവുമായി ഡോക്ടർ സിദ്ധാർത്ഥനും ആ വീട്ടിലെത്തിയിരുന്നു. ശരിയല്ലേ ഡോക്ടർ സിദ്ധാർത്ഥൻ? കുനിഞ്ഞുപോയ നിങ്ങളുടെ ഈ ശിരസ് നിങ്ങൾ കുറ്റം സമ്മതിച്ചതിന് സമമാണ്. യുവർ ഓണർ, അന്ന് രാത്രി പ്രഭാവതി അമ്മ കുടിക്കാൻ എടുത്തുവെച്ച പാലിൽ വിഷം കലർത്തിയത് ഡോക്ടർ സിദ്ധാർത്ഥനാണ്. യുവർ ഓണർ, അന്ന് ഇതേ പാല് കുടിച്ചാണ് വിജയകൃഷ്ണന്റെ വീട്ടിലെ പൂച്ചയും ചത്തത്. ഫോറൻസിക് പരിശോധനയിൽ ഇക്കാര്യം കോടതിക്ക് വ്യക്തമായിട്ടുള്ളതുമാണ്. അതുമാത്രമല്ല, എമിലിയെ കൊല്ലാൻ ഇയാൾ തയ്യാറാക്കിയതും അതേ വിഷം തന്നെയാണ്. പോലീസ് ഇയാളുടെ കയ്യിൽ നിന്നും ആ വിഷത്തിന്റെ കോമ്പൗണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഡോക്ടർ, ഇതല്ലേ യഥാർത്ഥ സത്യം? അങ്ങനെ ശങ്കരാലയത്തിലെ പ്രഭാവതി അമ്മയെ നിങ്ങൾ ഇല്ലാതാക്കി. പക്ഷെ നൗഫലിനെയോ? അയാളെ നിങ്ങൾ എന്തിനാണ് കൊലപ്പെടുത്തിയത്? യുവർ ഓണർ, എന്നോ എവിടെയോ നടന്ന എല്ലാ കുറ്റങ്ങളും എന്റെ കക്ഷിയുടെ മേൽ കെട്ടിവെക്കാനാണ് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത്. നൗഫൽ വധക്കേസും എന്റെ കക്ഷിയുമായി യാതൊരു ബന്ധവുമില്ല. നോ യുവർ ഓണർ, നൗഫലിനോട് പ്രതിക്ക് വൈരാഗ്യമുണ്ടെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഇവിടെ തെളിയിക്കപ്പെട്ടതാണ്. യുവർ ഓണർ, അന്ന് നൗഫൽ കൊല്ലപ്പെട്ട സ്ഥലത്ത് പെട്രോളിനൊപ്പം കാണപ്പെട്ട മെഡിസിനൽ ലിക്വിഡ് ഫോറൻസിക് പരിശോധനയിൽ തെളിയിക്കപ്പെട്ടതുമാണ്. അതേ മെഡിസിനൽ ലിക്വിഡ് ഡോക്ടർ സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്ന് SI സുഗുണപാലൻ കണ്ടെത്തിയിട്ടുണ്ട്. കലന്തൻ ഹാജിയുടെ മകളുടെ മരണത്തിന് പിന്നിലുള്ള രഹസ്യങ്ങൾ അന്വേഷിച്ചു പോയ നൗഫൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഉറ്റ സുഹൃത്തായ എമിലി നൽകിയ രഹസ്യ വിവരങ്ങൾ ഉപയോഗിച്ച് ഡോക്ടർ സിദ്ധാർത്ഥനെതിരെ നിയമ നടപടിക്ക് നീങ്ങുന്നതിനിടയിലാണ് നൗഫൽ കൊല്ലപ്പെട്ടത്. ഇതല്ലേ സത്യം ഡോക്ടർ സിദ്ധാർത്ഥൻ? അല്ല, 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 എനിക്കറിയില്ല. യുവർ ഓണർ,
ഡോക്ടർ സിദ്ധാർത്ഥൻ ഇത് നിഷേധിച്ച സ്ഥിതിക്ക് സത്യം തെളിയിക്കാൻ ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. പെർമിഷൻ ഗ്രാൻഡഡ്. PW4 അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ. അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ അല്ലെ? അതെ. നൗഫൽ കൊല്ലപ്പെട്ടതിന്റെ തലേ ദിവസം അയാൾ നിങ്ങളെ കാണാൻ വന്നിരുന്നു, ശരിയല്ലേ? ആ, വന്നിരുന്നു. എന്തിനാണ് വന്നത്? ഡോക്ടർ സിദ്ധാർത്ഥിനെതിരെ നബീസുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്യാൻ തീരുമാനിച്ച കേസിൽ ഞാനായിരുന്നു വക്കീൽ. കോടതിയിൽ ഫയൽ ചെയ്യാനുള്ള തെളിവുകൾ എന്നെ ഏൽപ്പിക്കാനാ നൗഫൽ അന്ന് എൻ്റെ അടുത്ത് വന്നത്. എന്നിട്ട് രേഖകളൊക്കെ എന്നെ ഏൽപ്പിച്ച് അയാൾ മടങ്ങിപ്പോയി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? തെളിവുകൾ വിശ്വസിച്ചേൽപ്പിച്ച സ്വന്തം കക്ഷിയോട് നീതിയും വിശ്വസ്തതയും പുലർത്തിയോ? ഇല്ല അല്ലേ? അന്ന് രാത്രി നിങ്ങൾ ആ തെളിവുകളുമായി ഡോക്ടർ സിദ്ധാർത്ഥനെ ചെന്ന് കണ്ടിരുന്നു, ശരിയല്ലേ? അതെ. എന്നിട്ട് എത്ര തന്നു ഡോക്ടർ സിദ്ധാർത്ഥൻ? 5 ലക്ഷം തികച്ചുണ്ട്. പോരെ? കൊള്ളാം മിസ്റ്റർ കൃഷ്ണകുമാർ, നിങ്ങളൊരു നീതിമാനായ നല്ല ശമരിയക്കാരനാണ്. 5 ലക്ഷം രൂപയ്ക്ക് നീതി ദേവതയെ വിറ്റു നിങ്ങൾ, ശരിയല്ലേ? ഇനി ഒന്നുകൂടി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ. പിറ്റേ ദിവസം, അതായത് നൗഫൽ കൊല്ലപ്പെട്ട ആ രാത്രി, അന്ന് എന്താണ് സംഭവിച്ചത്? യുവർ ഓണർ, നൗഫൽ കൊല്ലപ്പെടുന്നതിന്റെ ദൃക്സാക്ഷിയാണ് ഇയാൾ. പറയൂ, ആരാണ് നൗഫലിനെ കൊന്നത്? ഇവിടെ ഒന്നും ഒളിക്കേണ്ടതില്ല. പോലീസിനോട് നിങ്ങൾ സത്യം സമ്മതിച്ചു കഴിഞ്ഞു. ഇനി അത് പരസ്യമായി ആവർത്തിക്കുക എന്നത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. പറയണ കൃഷ്ണകുമാർ, നൗഫൽ എങ്ങനെയാണ് മരിച്ചത്? ആരാണ് ആ കൊലയാളി? സിദ്ധാർത്ഥ വേണ്ട! സിദ്ധാർത്ഥ വേണ്ട! യുവർ ഓണർ, നൗഫൽ വധക്കേസിലെ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് തെളിവും സാക്ഷിയും സഹിതം ഈ കോടതിയിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ആയതിനാൽ ഒരു തെറ്റും ചെയ്യാതെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട എന്റെ മിസ്റ്റർ ജയകൃഷ്ണനെ കുറ്റവിമുക്തനാക്കി പ്രഭാവതി അമ്മയുടെയും നൗഫലിന്റെയും കൊലപാതക കേസിൽ ഡോക്ടർ സിദ്ധാർത്ഥനെ പ്രതി ചേർക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് ശ്രീലേഖയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? യുവർ ഓണർ, അഡ്വക്കേറ്റ് അരുന്ധതിയും ഞാനും സഞ്ചരിച്ചത് 2 വഴിക്കാണെങ്കിലും ഞങ്ങളുടെ ലക്ഷ്യം ഒന്നു തന്നെയായിരുന്നു. നൗഫൽ വധക്കേസിലെ യഥാർത്ഥ പ്രതി ആരാണെന്ന് തെളിഞ്ഞതിനാൽ എന്റെ കക്ഷിയായ ജയകൃഷ്ണനെ നിരപരാധിയായി പ്രഖ്യാപിച്ച് വെറുതെ വിടണമെന്ന് താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു. യുവർ ഓണർ, എത്ര ബുദ്ധിമാനായാലും എത്ര വിദഗ്ധമായി കുറ്റകൃത്യം നടത്തിയാലും ദൈവത്തിന്റെ അദൃശ്യമായ ഒരു നിഴൽ സത്യത്തിന് പിന്നാലെ സഞ്ചരിക്കുകയും പ്രതിയെ കണ്ടെത്തുകയും ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. എല്ലാ മനുഷ്യർക്കും ദൈവം ഓരോ നിയോഗം കരുതി വെച്ചിട്ടുണ്ട്. ഞാൻ വക്കീലായതും ഈ ഒരു നിയോഗത്തിന് വേണ്ടിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇവിടെ ഹാജരാക്കപ്പെട്ട തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിൽ ഡോക്ടർ സിദ്ധാർത്ഥൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു.
മനുഷ്യജീവന്റെ സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാണ് ഡോക്ടർമാർ. എന്നാൽ ഒരു ഡോക്ടർ കൊലയാളിയായി മാറിയ അത്യപൂർവമായ കാഴ്ച കണ്ട് കോടതി പോലും ഞെട്ടിയിരിക്കുകയാണ്. ആയതിനാൽ നൗഫൽ വധക്കേസിൽ നിന്നും ശ്രീ ജയകൃഷ്ണനെ നിരപരാധിയായി പ്രഖ്യാപിച്ച് കുറ്റവിമുക്തനാക്കാനും ഡോക്ടർ സിദ്ധാർത്ഥനെ പ്രതി ചേർക്കാനും ഈ കോടതി ഉത്തരവിടുന്നു. കൂടാതെ ഈ മരുന്ന് പരീക്ഷണ മാഫിയെ പുറത്തു കൊണ്ടുവരാൻ അഡ്വക്കേറ്റ് അരുന്ധതി നടത്തിയ ശ്രമങ്ങളെ ഈ കോടതി അഭിനന്ദിക്കുന്നു. കൂടുതൽ വിചാരണയ്ക്കായി ഈ കേസ് അടുത്ത 18-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ദ കോർട്ട് ഈസ് അഡ്ജേൺഡ്. നന്നായി മോളെ, ഗംഭീരമായി. എന്റെ ഇത്രയും കാലത്തെ ഗുമസ്തപ്പണിക്കിടയിൽ ഇതുപോലൊരു വാദം ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും ജയനെ രക്ഷിക്കാൻ മോക്ക് സാധിച്ചല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. അരുന്ധതി, അതെ, എനിക്ക് നിന്നോട് എന്ത് പറയണമെന്നറിയില്ല. എല്ലാത്തിനും നന്ദി. നന്ദിയോ? എന്നോടോ? ഇതെന്റെ കടമയല്ല ജയേട്ടാ. ജയ, നീ ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. വാ. ലേഖയ്ക്ക് ഇപ്പൊ സന്തോഷായില്ലേ? ഇനി കൊണ്ടുവയ്ക്കും. ജയേട്ടൻ ഇനി ലേഖയുടേത് മാത്രമാണ്. ജയേട്ടനെ നീ നല്ലതുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. ജയേട്ടനെ രക്ഷിച്ചതിന്റെ സംതൃപ്തിയാണോ അതോ എന്റെ നഷ്ടങ്ങളുടെ ആഴം തിരിച്ചറിയുന്നത് കൊണ്ടാണോ എന്നറിയില്ല. എന്റെ നെഞ്ചു പിടയുന്നുണ്ട്. പക്ഷെ എന്നാലും സന്തോഷത്തോടെയാണ് ഞാനത് പറയുന്നത്. ജയേട്ടനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ കഷ്ടപ്പെട്ടതും വാശിയോടെ വാദിച്ച് ജയേട്ടനെ കുറ്റവിമുക്തനാക്കിയതും ജയേട്ടനെ എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയല്ല, നിനക്ക് തരാനാണെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ? അരുന്ധതി, നീ എന്താണെന്ന് എനിക്കിപ്പോ നല്ലതുപോലെ അറിയാം. ഇപ്പോഴാ എന്റെ ജീവിതം ശരിക്കും നീ തന്ന ദാനമായത്. എന്റെ മരണം വരെ ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കും. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. തിരിച്ചു വരാൻ നീ ഒരു നിമിഷം തീരുമാനിച്ചാൽ തീരുന്നതാണ് ശങ്കരാലയത്തിലെ എന്റെ ജീവിതം എന്ന ഭയത്തിലാ ഞാൻ ഓരോ ദിവസവും ജീവിച്ചത്. പക്ഷെ നിന്റെ ഉള്ളിലെ പെണ്ണിന്റെ നന്മയും വിശുദ്ധിയും ഞാൻ ഇപ്പൊ തിരിച്ചറിഞ്ഞു. അഗ്നിശുദ്ധിയിൽ ജയിച്ച സീത തന്നെയാ നീ. പക്ഷെ വനവാസം സീതയ്ക്ക് മാത്രമായി പോയല്ലേ? ഏകാന്തതയും കാടും കണ്ണീരും കൊണ്ട് നിറഞ്ഞുപോയി സീതയുടെ ജീവിതം. അഗ്നിശുദ്ധി തെളിയിച്ച സീത ഇനി കാട്ടുതീയിൽ വെന്തു മരിക്കണം. ഇല്ല അരുന്ധതി, ഇനി നിന്റെ ജീവിതം ഒരിക്കലും കണ്ണീരിലാണെന്ന് പോവില്ല. ഈ അനുഭവിച്ച തീയുടെ കനലിന്റെ ചൂട് മതി നിനക്ക് മുന്നോട്ട് ജീവിക്കാൻ. നിന്റെ ഒപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നീ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. ലേഖ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചേട്ടന് ഞാൻ നിനക്ക് തിരിച്ചു തന്നില്ലേ? ഇനിയെങ്കിലും എന്റെ മക്കളെ എനിക്ക് തിരിച്ചു തന്നൂടെ? അരുന്ധതി, ആ മക്കൾ എന്റെ പ്രാണനാ. നിന്റെ മക്കളായിട്ടല്ല, എന്റെ സ്വന്തം മക്കളായിട്ട് തന്നെയാ ഞാൻ അവരെ സ്നേഹിക്കുന്നത്. പക്ഷെ ഒരു പെറ്റമ്മയുടെ വേദന എനിക്കറിയാം. കാരണം കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ ഞാനും ഒരു അമ്മയാവും. എന്റെ പൊക്കിൾ കൊടിയിലൂടെ ഞാൻ എന്റെ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് എന്റെ രക്തവും ജീവനും തന്നെയാ. ഞാനെന്നല്ല, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാ. ഈ ലോകത്ത് ഒരമ്മയ്ക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാ അത്. അതുകൊണ്ടാ മരണം വരെ ആ പൊക്കിൾ കൊടിയുടെ മുദ്ര ആ കുഞ്ഞിന്റെ വയറ്റിൽ ഒരു അടയാളമായി ദൈവം ബാക്കി വെക്കുന്നത്.
എന്റെ മാളും അപ്പോസും നിന്റെ ജീവനും രക്തമാണെന്ന് മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം. എനിക്ക് നിന്നെ മനസ്സിലാവും. Yeah.